ഒരു ഫ്രൂട്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് പൻവേൽ റെയിൽവേ സ്റ്റേഷന് പുറത്താണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. മദേരാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പൂർണ്ണമായും വാഹനങ്ങൾ നിരോധിക്കപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു പൻവേൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ നമുക്ക് ദൂരമുണ്ട്. നമ്മൾ ട്രെയിൻ മാർഗ്ഗമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റായിട്ടുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഹിറ്റാക്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പം ഇവിടുന്ന് 50 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഹിൽ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വാഹനങ്ങൾ അങ്ങോട്ട് പോകാത്തൊരു ഹിൽ സ്റ്റേഷനാണ്. മാത്രമല്ല സമുദ്രനിരപ്പിൽ നിന്ന് 2625 അടി ഉയരത്തിലാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള അടിപൊളി പ്രദേശമാണ് ഈ മദേരാൻ എന്ന് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. അപ്പം പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച് കൊള്ളണമെന്നില്ല, കാരണം എൻ്റെ കയ്യിൽ അഡീഷണലായിട്ടൊരു സ്പീക്കറില്ല. അപ്പം ഈ ഒരു ഗോപ്രോയിലുള്ള സ്പീക്കറിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടുകൊള്ളണമെന്നില്ല. ഞാൻ പോകുന്ന റൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചായ കുടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്, ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം റെയിൽവേ സ്റ്റേഷന് പുറത്താണുള്ളത്. നമുക്ക് അങ്ങോട്ടേക്കുള്ള വണ്ടി പൻവേൽ റെയിൽവേ സ്റ്റേഷനല്ല കേട്ടോ. നമുക്ക് അവിടേക്കുള്ള വണ്ടി നമ്മുടെ സബർമതിയിൽ നിന്നാണ്, അതായത് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതിൽ ട്രെയിൻ ഇപ്പോൾ കാണിക്കുന്നത് എവിടെയാണ്? പൻവേൽ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല. 9 മണിക്കൊരു വണ്ടിയാണ്. ഞാൻ ഇപ്പം 8:30 8:35 അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു എന്താ പറയുക, 9 മണിക്ക് ഇവിടെ നിന്ന് വിട്ടാൽ 9:53 ആകുമ്പോൾ താനെ എത്തും. താനേന്ന് നമുക്ക് എന്താകണം, നേരാൽക്ക് നേരിട്ട് ട്രെയിൻ കിട്ടും. ഇവിടെ നിന്ന് നേരിട്ട് ഞാൻ നോക്കിയിട്ട് നേരാലിലേക്ക് വണ്ടി കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താനെ പോകണം. താനെ എന്നിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് എന്താകണം, നേരാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതാണ് ഇപ്പോൾ ഉള്ളൊരു വഴി. നല്ല തിരക്കാണ് ഇവിടെ. എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കായിരിക്കും. ട്രെയിൻ ഭയങ്കര തിരക്കാണ് കേട്ടോ. എന്നാലും നല്ല രൂപത്തിൽ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ടാൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ കയറിയപ്പോൾ അത്ര തിരക്ക് കണ്ടില്ല. എന്തുകൊണ്ടാണെന്നാവും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് താനയിലോട്ട്. താനയിലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് നേരാൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നേരാൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിട്ട് നോക്കാം. വണ്ടി ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വണ്ടി ഉണ്ടാവും. വണ്ടി കിട്ടില്ല എന്നുള്ളൊരു പേടിയൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ഫുള്ളായില്ലെന്നുള്ള പരാതി പറഞ്ഞപ്പോൾ ഇപ്പോൾ ട്രെയിൻ ഫുള്ളായി.
यात्रियों को होने वाली असुविधा के लिए हमें खेद है 9 hours 50 minutes 12 cars शिवाजी महाराज टर्मिनस कर रहा है कड़ी वाങ്ങിച്ചു കഴിക്കാൻ വേണ്ടി. ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ ആളുകൾ അടുത്ത ട്രെയിനിലേക്ക് മണ്ടി കയറാൻ വേണ്ടിയിട്ട് പോകും. ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങേണ്ട സമയം അതിന് പോലും സമയം കിട്ടത്തില്ല. അതിനു മുമ്പ് അവർ ട്രെയിൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി ഓടാൻ തുടങ്ങും. ഇതാണ് ആ ഒരു കാഴ്ചയെടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ട്രെയിനേ പ്ലാറ്റ്ഫോം 5-ലാണ് വരുന്നത്. 5 എവിടെ? പ്ലാറ്റ്ഫോം നമ്പർ 5. നോ എൻട്രി. ഇവിടെ അങ്ങോട്ടാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2. ഓ, ഈ ട്രെയിനിൽ സീറ്റ് കിട്ടി കേട്ടോ. സീറ്റ് കിട്ടൂല എന്നൊക്കെ പ്രതീക്ഷിച്ചെന്ന് കയറിയപ്പോൾ. പക്ഷെ കയറിയപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങാണ്ടായതുകൊണ്ടേ നമുക്ക് സീറ്റ് കിട്ടി. നോക്കാം. ഫസ്റ്റ് സ്റ്റേഷനല്ല ഇത് അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനല്ല, എന്നാലും സീറ്റ് കിട്ടി. ഇവിടുന്ന് ഏകദേശം ഒരു 1 ഹവറിൻ്റെ ഓട്ടം കാണുന്നുണ്ട്. ഒരു 11:10 ആ സമയത്തൊക്കെയാണ് അങ്ങോട്ട് എത്തുക. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നേരാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് മദേർലാൻഡിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. ഇവിടെ നിന്ന് ടാക്സി കിട്ടും കേട്ടോ. നമ്മുടെ അമാൻ ലോഡ്ജിലേക്ക് ഇവിടുന്ന് വണ്ടി കിട്ടും. അപ്പം അത് പിടിച്ചോട്ടും അങ്ങോട്ട് പോവാം. പിന്നെ വണ്ടി വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം. അതായത് ലിഫ്റ്റ് അടിച്ച് നമുക്ക് അമാൻ ലോഡ്ജിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള അതിനുള്ള ചെറിയൊരു പരിശ്രമത്തിലാണ് ഞാൻ. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. എന്തായാലും ഇങ്ങനെ നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് അവിടെ ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. അമാൻ ലോഡ്ജിലോട്ട് പോകുന്ന വണ്ടികൾ അവൈലബിൾ ആണ്. നമുക്ക് അതിനും പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണ് വലിയ വാഹനങ്ങളോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അറിയില്ല, പോയി നോക്കാം. ഏത് റോഡാണെന്നൊക്കെ ചോദിച്ചായിരുന്നു പോകേണ്ടി വരും. अमान लोड वही वे मादेरा यही से जाना है. कितने किलोमीटर? बस स्ट्रेट रोड है. स्ट्रेट रोड है ना? राइट मारना लेफ्ट. कितने किलोमीटर लेफ्ट? 8 കിലോമീറ്റർ. ഇവിടെ നിന്ന് ബസ് കിട്ടുന്നതാണ്. 20 രൂപ കൊടുത്താലേ 20 രൂപ കൊടുത്താൽ നമുക്ക് മാത്തേരാന് പോയി ഇറങ്ങാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ടാക്സിക്കൊക്കെ ഏകദേശം 75 രൂപ വരും. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ. കൂളിംഗ് ഗ്ലാസ് വെക്കാതെ നമുക്ക് ഇതിലൂടെ നടക്കാൻ കഴിയില്ല. അത്ര വെയിലുണ്ട് ഇവിടെ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതായത് ജൂണിനോട് അടുക്കുന്ന സമയമാണ്. അപ്പം മെയ് മാസം ലാസ്റ്റായിട്ട് വരും. അപ്പോൾ നല്ലോണം വെയിലുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇങ്ങനെ നടന്നു നോക്കാം. വല്ല വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കയറി പോകാമല്ലോ. ആ ഒരു ഉദ്ദേശത്തിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. എല്ലാം ഇങ്ങനെ നടന്നു നോക്കാം. ഈ വഴിയൊക്കെ ഒരു ചെറിയ റോഡാട്ടോ. മാത്തേരാൻക്ക് പോകുന്ന റോഡ് ഒരു ചെറിയ വഴിയാണ്. അപ്പം ആയി കാണിക്കുന്ന ആളുകൾ. അപ്പോൾ ആ വഴി ഇങ്ങനെ പോകുക എന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഐഡിയ ഒന്നുമില്ല. ആദ്യമായിട്ടല്ല ഈ പരിസരത്തേക്കൊക്കെ. ഈ മഹാരാഷ്ട്രയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു തേരാപ്പാര. അതാണ് മഹാരാഷ്ട്രയിലെ ഒരു തേരാപ്പാര എന്നാണല്ലോ നമ്മുടെ എപ്പിസോഡിൻ്റെ പേര് തന്നെ, വീഡിയോൻ്റെ കണ്ടൻറ്റിൻ്റെ പേര് തന്നെ. അങ്ങനെ പോയി നോക്കാം. ഓക്കെ, നട്സ് വല്ലതും കിട്ടുമോ നോക്കട്ടോ. നട്സ് വല്ലതും അക്ക. നട്സ് 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 मशरूम ये नहीं, ओनली ये इतना ये नहीं.
ഞാൻ കടലമിഠായി ഉണ്ടോ നോക്കണം. കടലമിഠായി അത് കാണുന്നില്ല ഇവിടെ. ഇങ്ങനത്തെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. നമ്മുടെ നാട്ടിലെ കടലമിഠായി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. അത് വേണ്ട ഈ രൂപത്തിൽ ഇങ്ങനെ ഈ കടലിട്ടച്ച് അല്ലെങ്കിൽ ഈ കടൽ അതൊക്കെ കാണുന്നുള്ളൂ. നമ്മുടെ കടലമിഠായി ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അടുത്തായിട്ട് ബെൻ 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 നെയ് ബെൻ ബെന്നില്ല. നമുക്ക് നോക്കാം പുറത്ത്. ഞാൻ ഒരു ബിസ്ക്കറ്റ് 2020 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. തൽക്കാലം ഉച്ചക്ക് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. രാത്രി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പം ആ രൂപത്തിലാണ് നമ്മുടെ ഭക്ഷണം മറ്റ് രീതികളൊക്കെ. നടന്നു നോക്കാം. रोडൊക്കെ ചെയ്യുന്നു. भैया मदेरा रोड मदेरा जाने का है। हाँ फिर सीधा और लेफ्ट। सीधा लेफ्ट हाईवे। ഓ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു വെയിലത്താണ് നമ്മുടെ നടത്തം. സഹിക്കാൻ വയ്യ. എന്നാലും ആ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു കാറ്റ് കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു എനർജിക്കാണ്, ആ ഒരു കാറ്റിൻ്റെ എനർജിക്കാണെങ്കിൽ നടക്കുന്നത്. നല്ല അടിപൊളി. അതായത് മഹാരാഷ്ട്രയുടെ ഉള്ളേരിയ, അതായത് ഉള്ളിലൂടെയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രോപ്പർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാവും. നല്ല വെയിൽ തട്ടിയിട്ടാണോ നല്ലോണം ചൂടാകും. മത്തേരാൻ ഉത്സവമാണ്. ओ ये लिफ्ट। ओ ओके तुम किधर है? किधर जाना? ओ ओके हाईवे। मैं हाईवे है। आई विल एंटर हाईवे. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേരള മലയാളം ചേട്ടൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു ഭയ്യ. അപ്പോൾ ആ ഭയ്യയുടെ യാത്ര പറഞ്ഞു. ചെറിയൊരു ഇതിനെ കയറിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആ ഭയ്യനോട് യാത്ര പറഞ്ഞു. അവിടുന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ റോഡാണ്, മാത്തേര എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ആ വഴി പോകാം. വഴിയിലൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. നല്ല ബ്ലോക്കിൻ്റെ വഴി. ഹലോ താങ്ക് യു. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഭയ്യ അമാൻ ലോഡ് മാത്തേര റോഡ് ഒരു ഭയ്യ നിർത്തി തന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ ഭയ്യ ചലോ. ഭയ്യ ഞാൻ നമ്മുടെ ഭയ്യയുടെ പേര് ദിലീപ് എന്നാണ് കേട്ടോ. ഭയ്യ ഒരുപാട് വണ്ടി കൈ കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് നിർത്തുന്ന വണ്ടിയാണിത്. ഭയ്യ കിടക്ക് ജാനാ? മൂപ്പര് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എനിക്ക് ഹിന്ദി നേരാവണ്ണ അറിയൂല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇങ്ങനെ പോകുന്നത്. മൂപ്പര് എന്തൊക്കെയാ പറയുന്നുണ്ട്. मैम केरला से। हाँ रहता है किधर? क्या किधर रहता है तुम? इधर इधर ट्रावल. നമ്മളിതാ ഈ ചേട്ടൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയത് ദിലീപ് ചേട്ടൻ്റെ ബയ്യൻ്റെ ബൈക്ക് വന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിനി ഇപ്പോൾ ദിലീപേട്ടൻ ഈ വഴി ഇങ്ങനെയാണ് അങ്ങോട്ട് കയറും. നമുക്ക് ഈ വഴിയാണ് പോകാനുള്ളത്. മൂപ്പര് ഈ വഴിയാണ് പോകും. അപ്പോൾ നമുക്ക് ഈ വഴി പോകാം. ഓക്കെ ഭയ്യ താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് നടക്കാം. നമുക്ക് റൂട്ട് വേറെ വഴിയാണ്. ഈ വഴി നമ്മൾ നേരെ അങ്ങോട്ട് കയറണം. മാത്തേര. भैया स्ट्रेट वॉकिंग
नहीं 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 അയ്യോട് മാത്തേരാൻ ചോദിച്ചാ മാത്തേരാനിലേക്കല്ല ഇധർ സെ ജാനാ ഓക്കെ ഏട്ടൻ നിർത്തി തന്നിട്ടുണ്ട് भैया नाम क्या है स्वप्नी स्वप्नी किधर से वाले का धंधा है ना उधर അപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ मैं केरला से अकेला केरला अकेला അക്കേല 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 മൂപ്പര് ചോദിക്കുന്ന ഒറ്റക്കാണോ എന്ന് ഒറ്റക്ക് തന്നെയാണെന്ന് പറഞ്ഞു अभी रिटर्न क्या शाम को रिटर्न क्या उधर ही क्या क्या रहने वाले हैं ऊपर क्या रिटर्न रिटर्न ट्रेन रिटर्न ट्रेन नहीं अकेला आदमी को रूम नहीं देते ऊपर नहीं नहीं Okay. पूछा बाकी कुछ नहीं मैं ടുഡേ വിൽ ഗോ അപ്പോൾ ഒറ്റയ്ക്കുള്ളവർക്ക് അവിടെ റൂം കിട്ടൂല എന്നൊക്കെയാണ് ചേട്ടൻ പറയണത് പോയി നോക്കാം കിട്ടിയ അവിടെ കിടക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു വഴി കാണുമല്ലോ ഈ പോകുന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് റോഡിന് കയറി കേട്ടോ ഒരു ഫോറസ്റ്റ് വഴി അത് നോക്കി ഇത് കണ്ടോ ചുറ്റും കാടുകളൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തും നരേൽ ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി അവൈലബിൾ ആണ് നമുക്ക് ആ ടാക്സിക്ക് എന്താക്കാം ഇങ്ങോട്ടേക്ക് മാത്തേരാനിലേക്ക് വരാൻ 75 രൂപയൊക്കെയാണ് ടാക്സി ചാർജ് ആവുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റായിട്ട് അതായത് ഹിറ്റാക്കിങ് അതായത് ലിഫ്റ്റൊക്കെ അടിച്ച് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും എന്താണ് ഓപ്ഷൻസ് ഉണ്ട് ആളുകൾ വാഹനങ്ങളൊക്കെ നിർത്തി തരും നമുക്ക് ആ വണ്ടിയിൽ കയറിയിട്ട് എന്താക്കാം നമുക്ക് മാത്തേരാനിലേക്ക് എത്തിച്ചേരാൻ കഴിയും നേരിട്ട് എത്താൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും നമുക്ക് എന്താക്കാം വണ്ടികൾ കണക്ട് ചെയ്ത് മാത്തേരാനിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് റൈഡിൻ്റെ പരിപാടി ഇവിടെ ഉണ്ട് പക്ഷെ കത്തിയ റേറ്റ് ആയിരിക്കും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല എന്നോട് നേരത്തെ ഞാൻ എൻട്രിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ എന്നോട് ചോദിച്ചു ഒരാൾ ഹോഴ്സ് റൈഡിന് വേണമെന്നൊക്കെ പക്ഷെ നല്ല റേറ്റാണ് മുമ്പേ ഞാൻ പല വീഡിയോകളും കണ്ടതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ നടക്കാം ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ മാത്തേരാൻ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണ് ഉണ്ടോ നല്ല അടിപൊളി കുതിര കറുപ്പല്ല എന്നാൽ കാപ്പിയല്ല എന്നുള്ള നിലക്കുള്ളത് ഇതാണ് മദേരാൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കാണുന്നുണ്ടോ എന്നറിയാം ഇതാണ് എൻട്രൻസ് നടന്ന് പോകുമ്പോൾ കാണുന്ന അടിപൊളി വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇന്ന സ്പോട്ട് എന്നൊന്നും നമുക്കൊരു പ്ലാനിങ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല അങ്ങനെ പോകുമ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ട് കണ്ടു റെയിൽവേ ട്രാക്കിലൂടെ ഈ ട്രാക്കിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത് ആ രൂപത്തിലൊക്കെയാണ് ഓരോ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് കണ്ടോ അടിപൊളി സ്പോട്ട് ഒരുപാട് ആളുകൾ ക്ഷീണിച്ചിട്ട്
വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, അത് വേറെ. എന്തായാലും നടക്കാം. ടയർഡ് 1 नाइट करने का 1 नाइट आप रूम देख लो कितना रुपये बोलो? 1000 रुपीस तक देंगे 1000 100 200 നെയ് അവർ പറയുന്നേ റൂം വേണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എത്ര റുപ്യാന്ന് ചോദിച്ചു. അവിടെയൊക്കെ 500 നേരത്തെ താഴത്തുനിന്ന് വരുമ്പോൾ. മേളിലേക്ക് പോകുമ്പോൾ പൈസ കൂടിക്കൊണ്ടിരിക്കുക. 1000 രൂപ അവർ പറയുന്നു. വേണ്ട, നമ്മളൊരു ദിവസം ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ അത് ചാർജാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഇപ്പോൾ നിൽക്കട്ടോ, ഇതൊരു പ്രത്യേക വൈബായിരിക്കും. ഇതിപ്പോൾ ഞാൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത്. ഇതിപ്പോൾ മറ്റേ റോഡാണ്. അതായത് നമുക്ക് വേറെ സ്ട്രൈറ്റ് റോഡ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നടക്കാണ്ട് പക്ഷേ റെയിൽവേ പോകുന്ന വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചില സമയത്ത് ഇങ്ങനെ റോഡുകൾ നമ്മളടുത്ത് കൂടെ പോകും. ചില സമയത്ത് റോഡൊന്നും കാണൂല. റെയിൽവേ വേറെ വഴി, അതുപോലെ തന്നെ റോഡ് വേറെ വഴി. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ റോഡിനെ മീറ്റ് ചെയ്തു, അങ്ങനെ പറയാം. അതല്ലേ അതിനൊരു അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു വൈബ് ഒരുപാട് കണ്ടോ. കുതിരമ്മലൊക്കെ കുട്ടികൾ വരുന്നതാണ്. കാണിച്ചു തരാം, കുറച്ച് അടുത്തേക്ക് പോകാം. ചെറിയ മക്കളല്ല, വലുതുണ്ട്. ഇതേ നമ്മളൊരു വെള്ളം വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ 10 രൂപേൻ്റെ സാധനത്തിന് ഇവിടെ 15ആണ്. എന്നാലും കുഴപ്പമില്ല, അവരുടെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുക. ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു, പിന്നെ 2 പീനട്ട്സ്, ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ളവരുണ്ട്. ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ താഴത്തു നിന്നൊക്കെ ഒരുപാട് നോക്കിയത്, പക്ഷേ ആ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ഈ സാധനം. ഒരുപാട് കുതിരകൾ, അതിനൊരു കുതിരത്താനും അതിൻ്റെ കൂടെ ഒരുപാട് കുതിരകളുണ്ട്. ഇതെന്താ കുതിര സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ. ഒരുപാട് പോകുന്നുണ്ടല്ലോ, ഒരു 10-50 കുതിരകൾ. നമുക്കിങ്ങനെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബാഗ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കരകൗശല വസ്തുക്കൾ കിട്ടും. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും നമുക്കിവിടെ കാണാം. റെസ്റ്റോറൻറ്റുകളുണ്ട്, ഹെറിറ്റേജുകൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എത്തും കേട്ടോ. എക്കോ പോയിന്റിലേക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് എക്കോ പോയിന്റ്. ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വെയിലാണ് അവിടെ. വെയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ എക്കോ പോയിന്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര വെയിലാണ്. നമ്മുടെ ഈ മുന്നിലുള്ള എക്കോ പോയിന്റ്, വെൽക്കം ടു എക്കോ പോയിന്റ് ഒക്കെ ബോർഡ് വെച്ചാണ്.
ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ, സഹിക്കാൻ പറ്റൂല. അല്ല വെയിലൊക്കെ സഹിക്കാലോ. ഇതാണ് ഇവിടേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കാറ്റ്. ഉണ്ടോ ഇക്കോ പോയിന്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സ്പേസ് ആണ്. നമ്മൾ പോകുന്നതേ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. ഒരു ചെറിയൊരു ഇത് ഇവിടുന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു ഓരോ പോയിന്റ്സിലേക്ക് എത്തുമ്പോൾ ഭയ്യ ഡെസ്റ്റിനേഷൻ ഏക്ക് ഇതറ ഓ भैया इधर से एक पॉइंट एक ब्लॉक कर रहे हो क्या? हाँ ब्रो हाँ थोड़ा ऐड वक्त करो बस ताकि ठीक है ओके ओके याद से ट्रिम कर देना भैया, इधर से पॉइंट है। ओके ओके कुछ तो है लेक वगैरह, कुछ तो है इधर। ओ ओके चैनल का नाम बोलो भैया। चैनल अजमल मोहम्मद अजमल मोहम्मद अजमल। एडिट कर देना भैया। क्या हमारा शॉट हो जाएगा। ओके 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 അവരെന്നോടെ എന്തൊക്കെയൊക്കെ പറഞ്ഞു, ഷോർട്ട് ഇടാനോ മൂപ്പര് ഫോട്ടോ ഇടാൻ. എൻ്റെ ചാനൽ ആ 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഉള്ള സത്യം പറയാമല്ലോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കാണുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമാണ് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പോകുന്ന വഴിയൊക്കെ ഉണ്ടോ? ഇത് വഴിയാന്നാണ്. വഴിയാണോ പൊടിയ തരിമണ്ണാണ്. വൈക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ആ സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പിടുത്തം അതെനിക്ക് തരും. ബാക്കി മൊത്തം നമ്മുടെ എന്താ പറയുക കയ്യിലാണ്.
നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ശൂന്യമായ ഈ ഒരു വഴിയിലൂടെ. അത്യാവശ്യം നടക്കാനുണ്ട്. ഇവിടെയൊക്കെ ഒന്നും ഒരാളും മനുഷ്യൻ കാണുന്നില്ല കേട്ടോ. നമ്മ അതൊന്നും നോക്കുന്നില്ല, നമ്മ നടക്കന്നെ. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണണം, ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പം ആളുകളുണ്ടോ ഉണ്ടാവട്ടെ. ഇത് കണ്ട ഏതോ ഒരു പഴയ ഒരു വീടിൻ്റെ മതിലാ തോന്നുന്നു, കവാടം, പ്രേതാലയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചുറ്റോറും കാടാട്ടോ, നല്ല കാടാ, ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റാണേ. നമ്മളാ വഴിയിലൂടെ നടന്നു. ഈ വഴിയിലൊന്നും ഇപ്പം ആരും കാണുന്നില്ല, നമ്മ മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ. എന്താണ് അവിടെ കാണാനുള്ളത് എന്നൊന്നും അറിയില്ല. പോയി നോക്കാം. കണ്ടോ, ഒരുത്തനെ കണ്ടോ? ഇവൻ ഓടി 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 ഓടിഞ്ഞു കളിക്കുകയാണ്. എന്നെ കണ്ടപ്പോഴേ ഇത് മറ്റൊരുത്തൻ അതുപോലെ തന്നെ തൊടാതിരുന്നാൽ മതി. ഇവിടെ നായ വന്നപ്പോഴേ ഞാൻ എല്ലാം ഇങ്ങോട്ട് മാറി. പ്രശ്നമാണ്, നമുക്ക് പ്രശ്നമാണ്, ശരിയാവത്തില്ല. കുതിരൊക്കെ ആകെ വയ്ക്കുന്നുണ്ട് പാവം. ഈ ഒരു സ്റ്റിക്ക് നല്ലോണം ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ബാഗ് 10 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പം അതിനൊന്നും പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു താങ്ങായിട്ട് സ്റ്റിക്ക് നല്ലോണം ഉപകാരപ്പെടുന്നുണ്ട്. നമ്മളെ ഇവിടെ എന്തോ ഒരു പോയിന്റ്, ചെൽറ്റി പോയിന്റോ അങ്ങനെ എന്തോ എന്ന് പറയുന്ന പോയിന്റ്, അവിടേക്ക് വന്നതാണ് കേട്ടോ. देखो നോക്കിയേ, അടിപൊളിയല്ലേ? അവിടെ ചെറിയൊരു വെട്ടമാണ് പോലെ ഇവിടെ മേഘത്തിൻ്റെ ഒരു പുക പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നേരെ കാണുന്നില്ല. ഇവിടെ എല്ലാ സ്പോട്ടുകളിലേ ഇങ്ങനെ എന്താ പറയുക, ഓരോ ഷോപ്പുകൾ കാണും കേട്ടോ. ഷോപ്പുകൾ ഇവിടെ എന്താ എഴുതി, വാർണിംഗ് ഈസ് വെരി സ്ലിപ്പറി, ലെറ്റ്സ് ഹാവ് ക്യൂർഡ് ഇൻ ദിസ് ഏരിയ, സ്റ്റേ ബാക്ക് ഫ്രം ദിസ് അടിച്ച് വാച്ച് യുവർ ചിൽഡ്രൻ. കുട്ടികളെ നോക്കാനോ അവിടെ വയ്ക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നത്. മരണത്തിന് വക വെച്ച് കൊടുക്കരുത് എന്നൊക്കെ അതൊക്കെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകൾ കാണും, മിഠായി ഇതൊക്കെ വാങ്ങിക്കാനുള്ള. നമുക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന്
പോകുന്നതേ സുഹൃത്തുക്കളെ ലോഡ് പോയിന്റിലേക്കാണ് കേട്ടോ. ലോഡ് പോയിന്റ് ഒന്ന് പോയിച്ചും വരാം. ഡോണ്ട് മിസ് ഇറ്റ് എന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മളായിട്ട് പോകാതിരിക്കും. അറിയാൻ പാടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ എൻ്റെ ഒരു കണ്ടൻ്റാണ് ഇതെന്ന് പറയുന്നത്. വ്ളോഗ് എന്ന നിലക്ക്, ഒരു ട്രാവൽ വ്ളോഗ് എന്ന നിലക്ക്. അപ്പോൾ ഒരുപാട് പോരായ്മകളുണ്ടാവും, ഒക്കെ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. എന്നാലും എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ, കണ്ടൻറ് ഇടുമ്പോൾ ഞാൻ ആൾക്ക് മാറ്റം വരുത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞു തരണം എനിക്ക്. ഇവിടെ ഒരുപാട് കുരങ്ങാമച്ചന്മാരുണ്ട്, പണി തരുമെന്നാവും എനിക്കതാ പേടി. ഓ അടിപൊളിയാട്ടോ, ഇവിടെ ടെലസ്കോപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇവിടെ നല്ലോണം നമ്മൾ വിശ്രമിച്ചു. ഈ ഒരു എക്കോ പോയിന്റിൽ ഇവിടെ അത്യാവശ്യം എന്താ പറയുക സ്പേസ് ഉണ്ട്, അതുപോലെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാം. വെയിലുണ്ടെങ്കിലും ഇവിടെ വിശ്രമിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിവിടെ ഇരുന്നു, ഒരുപാട് നേരം ഇരുന്നു. കുറച്ചൊക്കെ ടയേർഡ് ഞാൻ മാറ്റി. ഇനി നമുക്ക് നടക്കാം, ഇവിടെ നിന്ന് വിട്ടാം. പിന്നെ അടുത്ത ലൊക്കേഷൻ പോയിട്ട് ടപ്പാം, എന്നിട്ട് അവിടെ പോകാം. എൻ്റെ തലയിൽ, എൻ്റെ തൊപ്പിയിൽ ഒരു നാവൽ വന്ന് വീണു, നാവൽപ്പഴം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ലേക്ക് പോയിൻ്റ് വ്യൂവിൻ്റെ അടുത്താണ് കേട്ടോ. കണ്ടോ, ഇതാണ് ലേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടെ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ കവർ ചെയ്തു. ഇനി പോകുന്ന വഴിയിൽ ഏതൊരു വലിയൊരു പോയിന്റ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതും പാടെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. ഇവിടെ താമസിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകണം. ഇവിടെ നിന്ന് ട്രെയിനുണ്ട് നേരാൽ ജംഗ്ഷനിലേക്ക്. അത് കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹിച്ചാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും വണ്ടി കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വിട്ടാലോ. ഞാൻ സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതെനിക്ക് ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മദേരാലിന് വിട പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നോക്കാം, ട്രെയിൻ കിട്ടാൻ ട്രെയിന് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഹിച്ചാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് പോവുകയാണ്. അപ്പം എല്ലാവരും മദേരാൻ എന്ന് പറയുന്ന ഈ ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലത്തേക്ക് ഒരു തവണയെങ്കിലും എല്ലാവരും എത്തണം. കാരണം അത് നമുക്ക് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കണ്ടന്റ് ഞാൻ എന്താക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്.